ഹായ് ഓൾ, വെൽക്കം. ഞാൻ അൻസാർ, ഗ്രീൻ ആർഎസ് ട്രേഡിംഗ് അക്കാദമിയുടെ ഫൗണ്ടറാണ്, അതോടുകൂടി ഇവിടുത്തെ മെൻഡറാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും അതോടുകൂടി ഫോറക്സ് മാർക്കറ്റിലും ട്രേഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ യൂട്യൂബിൽ മാർക്കറ്റ് അനാലിസിസ് വീഡിയോസ് ഇടാറുണ്ടായിരുന്നു. നാളേക്കുള്ള അല്ലെങ്കിൽ അടുത്ത ദിവസത്തേക്കുള്ള മാർക്കറ്റിന്റെ മൂവ്മെന്റ്, നമ്മുടെ വ്യൂ എന്താണെന്നുള്ളത് പുതിയ ആൾക്കാർക്ക് പഠിക്കാനും അതനുസരിച്ച് ട്രേഡ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കണ്ടിട്ട് കുറച്ച് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് ബേസിക് മുതലുള്ള വീഡിയോസ് വേണമെന്നുള്ളത്. അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വീഡിയോ സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ മാർക്കറ്റിലെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ സീരീസ്. പുതുതായി സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നവർക്കും അതേപോലെ നിലവിൽ ട്രേഡ് ചെയ്ത് ലോസ് ഉണ്ടാക്കിയ ആൾക്കാർക്കും എവിടുന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങാം, എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്, ഏതൊക്കെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ഫണ്ടമെന്റൽസ് ചെക്ക് ചെയ്യണം, ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെ ചെയ്യണം, ഒരു സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ടാർഗറ്റ് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, എൻട്രി എവിടെ പ്ലാൻ ചെയ്യണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി വരുത്തുന്ന രീതിയിലാണ് നമ്മൾ ഈ സീരീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 7.5%. അതിനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പണത്തിന്റെ മൂല്യം കുറയാണെന്നുള്ളത്. അപ്പോൾ ഏറ്റവും സേഫായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല സ്റ്റോക്ക് മാർക്കറ്റാണ്. ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് പറയുന്നത്. ഡേ ട്രേഡിംഗ് കമ്പാരിറ്റീവ്ലി റിസ്ക് ആണ്. ഒരു ബിഗിനറെ കൊണ്ട് തുടക്കത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഡേ ട്രേഡിംഗ് എന്നുള്ളത്. അപ്പോൾ എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളത്. ഇവിടെ നമുക്കറിയാം, ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ റിട്ടേൺ കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട രീതി അല്ലെങ്കിൽ സ്ഥലങ്ങൾ എന്നുള്ളതൊക്കെ. പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. നമ്മൾ സാധാരണ FD ഇടാറുണ്ട്. അതേപോലെ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ആയിട്ടുള്ള ഗോൾഡ്, ലാൻഡ്, ഇങ്ങനത്തെ പിന്നെ അല്ലെങ്കിൽ FD, ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. 2020 കൊറോണയുടെ കാലത്തോടു കൂടി അല്ലെങ്കിൽ കൊറോണ വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവർക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ബേസിക് മുതലുള്ള അറിവുകൾ മാത്രമാണ് നമ്മുടെ ഈ വീഡിയോയിലുള്ളത്. നമുക്ക് ഒരു ശീലമുണ്ട്, നമ്മൾ ഇന്ന് ചെയ്തു അത് നാളെ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തിട്ട് പോകുന്നില്ല. ഇന്ന് ഞാൻ സ്ഥലത്ത് പോയിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നാളെ ഞാൻ അവിടെ ഇരിക്കാനുള്ള ടെൻഡൻസി എനിക്കുണ്ടാവും. നമ്മുടെ മൈൻഡിൻ്റെ ഒരു പ്രശ്നമാണത്. ഇപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഇതേ ടെൻഡൻസി ഉണ്ടാവും. ഇന്നൊരു മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഓട്ടോമാറ്റിക്കായിട്ട് വരും. അതായത് പ്രോപ്പർ റിസ്കോ റിവാർഡോ ഒന്നും ഇല്ലാതെ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാളത് കണ്ടിന്യൂ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു ടെൻഡൻസി അല്ലെങ്കിൽ ഒരു ആക്ഷൻ നിങ്ങൾക്ക് വരാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ട്രേഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് നന്നായിട്ട് അതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ടാവണം. സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടമെന്റ്സ് തൊട്ട് ഒരു ഡേ ട്രേഡർ, ഒരു ഓപ്ഷൻ ബയർ ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ട കാര്യങ്ങളടക്കം ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ ഒരു വീഡിയോ സീരീസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ മറക്കണ്ട, ഈ ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന എല്ലാ വീഡിയോസും നിങ്ങളും ട്രേഡിംഗ് ഇഷ്ടപ്പെട്ടു വരുന്ന അല്ലെങ്കിൽ ട്രേഡിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കാണാൻ മറക്കുകയും ചെയ്യാം.